ആ ഇതെന്തോ പരിപാടിയേ? വഴനേപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല പറിക്കാൻ കയറിയതേ. അതെ, രാവിലെ ഏതാ പരിപാടി? ഇന്നത്തെ പരിപാടി അതാ. ഓ അത് ശരി. ഇത് കണ്ടോ വഴനേല? നല്ല വഴനേലയാ? നല്ല വഴനേല. അപ്പോൾ നമുക്ക് പറിക്കാം. നമ്മുടെ ഹൈറ്റിനൊത്തതാ അല്ലേ? ചായച്ച് പറിക്കാം. ചായച്ച് പറിക്കാം. സൗകര്യം അല്ലേ? അതെ. ഇതിൻ്റെ മണം തന്നെ ഇപ്പം തന്നെ പറിക്കുമ്പോൾ നല്ല മണമല്ലേ? ആ അപ്പോൾ രാവിലെ ഭക്ഷണേപ്പത്തിൻ്റെ പരിപാടി അല്ലേ? ചക്ക തീരാറായില്ലേ? ഓ ചക്ക വെച്ചാ? ചക്ക വെച്ചിട്ട് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ അപ്പം ഉണ്ടാക്കത്തില്ലേ, കർക്കിടക വാവിന്? ഇതാ അത് ചക്ക വെച്ചല്ല, അല്ലാത്തത് ഇതല്ലേ? അല്ലാതെ അട ഉണ്ടാക്കണം. അത് ഈ ഇല വെച്ചാ? അല്ല, അടയില വെച്ചിട്ട് അതെയാവുമല്ലോ. ഓ അപ്പം നമുക്ക് ആദ്യം ചക്ക അരിയാം. നമ്മുടെ ലാസ്റ്റ് ചക്കപ്പഴമാണ് ഈ വർഷത്തെ. അപ്പം അത് നമുക്ക് അരിഞ്ഞിട്ട് അതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് നമുക്കിന്നൊരു വഷ്ണേലപ്പം ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിൽ വഷ്ണേലെന്ന് പറയും. ചിലരെന്താ വഴനേല എന്നൊക്കെ പറയുന്ന വഴനേലപ്പം ഉണ്ടാക്കും. ഞാൻ ഇതിനകത്തേക്ക് ചക്കയിലേക്ക് നമുക്ക് ശർക്കര നമുക്ക് ചിരിയിടാം. ചക്കയ്ക്ക് മധുരം ഉണ്ടാവും, എന്നാലും ചെറിയ മധുരവും കൂടെ. അപ്പം നമുക്ക് ഈ ചക്കര ചീകി കഴിഞ്ഞിട്ട് പണി കണ്ടുപിടിക്കുന്ന ഒരു പച്ച ചക്കര ചീകിയിട്ടു. ഇനി ഇതിനകത്ത് നമുക്ക് ഏലക്കയും ചെറിയ ജീരകവും പൊടിച്ച് ചേർക്കണം. അത് ചെയ്യുന്നത് അങ്കുവാണ്. അങ്കു ആ ഏലക്കയില്ലേ പൊളിച്ചിട്ട് പൊളിച്ചിട്ട് എന്താണ് അതിൻ്റെ ഇത് മാത്രം, അരി മാത്രം, തോലിടണ്ട. ഇതുകൂടെ എടുത്തിടും. ഈ ചെറിയ ജീരകം കൂടെ അതിനകത്തോട്ട്. പൊടിഞ്ഞോ? പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്കു അതൊക്കെ പൊടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിനകത്തേക്ക് ചേർക്കാം. അങ്കു തന്നെ ചേർത്തോ. ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണ്. ഒന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ഇട്ടാൽ മതി. മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി ഉപ്പ് നീരും കൂടെ ഒഴിക്കാം. ഇത് കല്ലുപ്പ് കലക്കിയതാണ്. ഇതൊന്ന് കുഴയ്ക്കാം. ഇത് കുഴയ്ക്കുമ്പോൾ ചക്ക മാത്രമാണ് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഗോതമ്പ് പൊടി ഇടാം. പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ചക്കയുടെയും പിന്നെ തേങ്ങാപ്പീരയുടെ എല്ലാത്തിൻ്റെ എല്ലാം ഇതുള്ളത് കൊണ്ട് വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായിട്ട് നമുക്ക് ഞെരടി അതിനെ മിക്സ് ചെയ്യാം. സാധാരണ എല്ലാവരും ഇപ്പം ചെയ്യാറുണ്ട്, മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചിടും. ഇതാണ് ചെയ്യാറ്. പക്ഷെ പഴയ ആൾക്കാർ ഇങ്ങനെ പണ്ട് മിക്സിയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ അവരെ ഇങ്ങനെ അരിഞ്ഞിട്ടാണ്. അപ്പം ഇടയ്ക്കിത് കടിക്കാനേ കിട്ടും. അപ്പം അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇല ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇഡ്ഡലിപ്പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇഡ്ഡലിപ്പാത്രം എടുത്ത് വെച്ചു. ഇത് വെള്ളം തിളക്കട്ടെ. ഇങ്ങനെയാണ് കുമ്പ് കുത്തുക. കുമ്പ് കുത്തിയിട്ട് നമുക്കിത് കുറേശ്ശായിട്ട് അതിലോട്ട് നിറയ്ക്കാം. കുമ്പിൾ കുത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളുടെ മാവ് ഇതിൽ നിറച്ച് ഈ സാധനം വെച്ചിട്ട് റെഡി ബൂം സീൽ ചെയ്തതേ. ഓരോന്നോരോന്നായിട്ട് ഈ സാധനം കുറേ ദിവസം ഇരിക്കും ഉണ്ടാക്കി വെച്ചാലേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി.
ഇപ്പം നമ്മുടെ വഴുതനപ്പം നമ്മൾ ഫില്ല് ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അത് ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ സെറ്റായി. അത് ബാക്കി നമുക്ക് വെന്തതിന് ശേഷം നോക്കാം. നമ്മുടെ കുമ്പളത്തപ്പം വഴുതനപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. സാധനം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. രണ്ടെണ്ണം നമുക്ക് ടേസ്റ്റ് നോക്കാം. ബാക്കി അടച്ചു വെക്കാം. ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കയും എല്ലാം വെന്തു. നമുക്കതൊന്ന് നല്ല മണമുണ്ട്, രുചിയുണ്ട്, സൂപ്പറാണ്.